Hi friends, Paniyaaram media channel സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു നാലുമണി പലഹാരം. അതായത് നമ്മുടെ വീട്ടിൽ ബാലൻസ് വരുന്ന മാവ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുടിച്ചേരൊക്കെ വെച്ചിട്ട് പുളിയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ കഴിച്ചൊന്നും വരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിന് ഒരു പ്രകൃതിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്ന പലഹാരം. അതിൻ്റെ പേര് പണിയാരം. പണിയാരം എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ വേറൊരു രൂപം എന്ന് തന്നെ പറയാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പണിയാരമാണ്. അപ്പം അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള ഒരു 1/2 കപ്പ് അരിഞ്ഞത്, പച്ചമുളക് ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, കറിവേപ്പില, പിന്നെ അല്പം കായപ്പൊടി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ ബാക്കി വരുന്ന മാവാണ്. ഞാൻ അല്പം ഈ പണിയാരം ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന മാവാണ്. അപ്പം അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പണിയാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ കൂട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ മാവിനകത്തോട്ട് സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, അല്പം കായം. ഞാൻ ഈ മാവിൽ നേരത്തെ ഇച്ചിരി ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇത്രയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു ഉണ്ണിയപ്പക്കാരയിൽ വേണം അത് ചുട്ടെടുക്കാനെ കൊണ്ട്. ഒരു ഉണ്ണിയപ്പക്കാര നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. അപ്പക്കാര ചൂടായിരിക്കുകയാണ്. നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇപ്പം എണ്ണ ചൂടായി. ഇപ്പം നമുക്ക് ഈ അപ്പക്കാരയിലോട്ട് കുറേശ്ശെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഒരു നല്ല 4 മണി പലഹാരമാണ് ഇത്. നമ്മൾ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കിയ മാവ് ബാലൻസ് വരുമ്പോൾ ചിലപ്പോൾ വൈകിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ 4 മണി പലഹാരമായിട്ട് കൊടുക്കുമ്പോൾ അവർ ദോശയും ഇഡ്ഡലിയൊന്നും കഴിക്കാൻ തയ്യാറാകത്തില്ല. അപ്പോൾ നമുക്ക് ഇതൊരു വെറൈറ്റി പലഹാരമായിട്ട് അവർക്ക് കൊടുക്കാം. നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം, തിരിച്ചിട്ട് കൊടുക്കാം. ഉണ്ണിയപ്പം ചൂടുന്ന പോലെ തന്നെ നമുക്കത് ചുട്ടെടുക്കാം. നമ്മുടെ പണിയാരം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് ഓരോന്നായിട്ട് കോരിയെടുത്ത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ്. അപ്പം നമ്മുടെ പണിയാരം റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ചമ്മന്തിയും കൂടെ വെച്ച് നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പം നമ്മുടെ പണിയാരം റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.